ആകാശവാണി വാർത്താവീക്ഷണം. ഉണർന്ന് ജ്വലിപ്പിൻ ബാലകരെ. തയ്യാറാക്കിയത് ഡോക്ടർ രാധിക സി നായർ, എഡിറ്റർ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവതരണം സുവർണ. ഇന്ന് 2020 നവംബർ 20 നമ്മൾ ബാലാവകാശ ദിനവും അന്താരാഷ്ട്ര ശിശുദിനവും ആചരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവ നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ഒരു ദിവസം. മുതിർന്നവരാൽ പരിപാലിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്വന്തമായി അവകാശങ്ങൾ എന്തിന് എന്ന അറുപഴഞ്ചൻ ചോദ്യം ഉപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിന്നെ പോറ്റാൻ അറിയാമെങ്കിൽ നിന്റെ കാര്യത്തിൽ ഏതു തരത്തിലുള്ള തീരുമാനവും എടുക്കാൻ എനിക്ക് അവകാശവും അധികാരവുമുണ്ട് എന്നുള്ള ആ വീമ്പു പറച്ചിലുണ്ടല്ലോ, അത് നിർത്തേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. എന്തെന്നാൽ കുട്ടികൾ സ്വതന്ത്ര വ്യക്തിത്വങ്ങൾ ആണെന്നതാണ് പുതിയ അന്താരാഷ്ട്ര വ്യവഹാരം. ഒരു ചോദ്യമുയരുന്നു: ആരാണ് കുട്ടി? കുട്ടിത്തത്തെ നിർവചിക്കുന്നതെങ്ങനെ? 18 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ മനുഷ്യജീവിയും കുട്ടി എന്ന പരികൽപ്പനയ്ക്കുള്ളിൽ വരും. പ്രായപൂർത്തി വോട്ടവകാശം എന്ന പരികൽപ്പനയ്ക്കു കീഴിലുള്ളവരാണ് കുട്ടികൾ. ഒരു കുഞ്ഞ് ജനിച്ചാലുടൻ തുടങ്ങുന്ന അവകാശങ്ങളുടെ നീണ്ട നിര. പ്രസവിച്ച കുഞ്ഞിനെ കൊന്നുകളയാനോ ഉപേക്ഷിക്കാനോ പാടില്ലാത്തതുപോലെ തന്നെ പ്രധാനമാണ് കുഞ്ഞിന് അതിജീവനത്തിനുള്ള എല്ലാ സാധ്യതയും തുറന്നുകൊടുക്കുക എന്നുള്ളത്. മുലയൂട്ടുക, സമയാസമയങ്ങളിൽ ആരോഗ്യരക്ഷ നടത്തുക എന്നിവ മുതൽ തുടങ്ങുന്നു അത്. അതിജീവനം സാധ്യമായാൽ കുഞ്ഞിന്റെ ബൗദ്ധികവും മാനസികവും ശാരീരികവും കായികവുമായ വളർച്ചയ്ക്ക് ഉതകുന്നതെന്തും നൽകാൻ രക്ഷകർത്താക്കളും സമൂഹവും ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അത് കടുത്ത അവകാശ ലംഘനമായി കണക്കാക്കപ്പെടും. സന്തോഷമുള്ള കുടുംബം കുഞ്ഞിന്റെ അവകാശമാണ്. അത് നൽകൽ മാതാപിതാക്കളുടെ ഔദാര്യമല്ല. സന്തോഷം, സ്നേഹം, പരസ്പര വിശ്വാസം, പരസ്പര ധാരണ എന്നിവ നിറഞ്ഞ ആരോഗ്യകരമായ ഒരു കുടുംബാന്തരീക്ഷം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഒരുക്കിക്കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അവിടെ കുഞ്ഞിന് എല്ലാ തരത്തിലുമുള്ള പരിഗണനകളും വാത്സല്യവും കിട്ടുന്നുണ്ടെന്ന് അമ്മയും അച്ഛനും ഓരോ കുടുംബാംഗവും ഉറപ്പുവരുത്തണം. അച്ഛനമ്മമാരുടെയോ ബന്ധുക്കളുടെയോ അയൽക്കാരുടെയോ പക്കൽ നിന്ന് ഏതു തരത്തിലുമുള്ള അവഗണനയോ ചൂഷണമോ പീഡനമോ അതിക്രമമോ ഉണ്ടാകാൻ ഇടവരരുത്. ഇങ്ങനെ ഉണ്ടായെന്ന് തോന്നിയാൽ പിന്നെ കുഞ്ഞിന്റെ സംരക്ഷണം സർക്കാരിന്റെ ഉത്തരവാദിത്തമാകും. അതിനുള്ള അവകാശം കുഞ്ഞിനുണ്ടെന്നർത്ഥം. ഈ അവകാശങ്ങൾ ലോകത്തെ ഏതു കുഞ്ഞിനുമുണ്ട്. ഏതു ഭാഷ, ഏതു മതം, ഏതു പ്രദേശം എന്നിവയൊന്നും ഇതിന് ബാധകമല്ല. അവർ കാഴ്ചയ്ക്കെങ്ങനെ? ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? അവർക്ക് ശാരീരികവും മാനസികവുമായ എന്തെങ്കിലും വൈകല്യമുണ്ടോ? അവർ പണക്കാരാണോ പാവപ്പെട്ടവരാണോ? അവരുടെ കുടുംബമേത്, കുലമേത്, ഗോത്രമേത് എന്നതൊന്നും ഒരു കുഞ്ഞിന്റെയും അവകാശ സംരക്ഷണത്തിന് വിലങ്ങുതടിയാവരുത്. എന്തൊക്കെ അവകാശങ്ങളാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് എന്നറിയുമ്പോഴാണ് നാളത്തെ പൗരന്മാരായി നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ ഒത്തിരി വലിപ്പം നമുക്ക് മനസ്സിലാവുക. ജനിക്കാനുള്ള അവകാശം ഓരോ കുഞ്ഞിനുമുണ്ട്. അതായത് പിറക്കും മുൻപ് തന്നെ കുഞ്ഞിന്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ്. ജനിച്ചാൽ ജീവൻ നിലനിർത്താനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. അതിന് തയ്യാറാവാത്തതോ അവസരമില്ലാത്തതോ ആയ മാതാപിതാക്കളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം. ജീവിച്ചു തുടങ്ങുന്ന കുഞ്ഞിന് അവന്റെ സ്വന്തം സ്വത്വത്തിന്മേൽ അവകാശമുണ്ട്. അവരുടെ പേര്, ദേശീയത, കുടുംബ ബന്ധങ്ങൾ ഒന്നും അവരിൽ നിന്ന് മാറ്റാൻ ആർക്കും അധികാരമില്ല. ഇതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ സർക്കാരിന് അതിലിടപെട്ട് തീർപ്പുണ്ടാക്കാനുള്ള അധികാരമുണ്ട്. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞിന് സംരക്ഷണമോ സ്നേഹമോ കിട്ടാത്ത പക്ഷം അവരെ വേർപെടുത്താനും സംരക്ഷിക്കാനുമുള്ള അവകാശം സർക്കാരിനുണ്ട് എന്നതുപോലെ തന്നെ പ്രധാനമാണ് സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കാനുള്ള കുഞ്ഞിന്റെ അവകാശവും. കുഞ്ഞുങ്ങൾക്കു പറയാനുള്ളത് കേൾക്കാനും അവയ്ക്ക് ഉത്തരം നൽകാനും മടി കാണിക്കുന്ന മുതിർന്നവർ ഓർക്കുക, കാലം മാറിയിരിക്കുന്നു. കുഞ്ഞിന് അവന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള അവകാശമുണ്ട്. കുഞ്ഞ് പറയുന്നത് ഗൗരവത്തിൽ കേൾക്കുകയും ന്യായാന്യായങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി 1986 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയിട്ടുമുണ്ട്. തങ്ങൾ പഠിക്കുന്നത് സ്വതന്ത്രമായി പങ്കിടാനും അതിനെപ്പറ്റി ചിന്തിക്കാനും അത് സ്വതന്ത്രമായി എഴുത്തിലൂടെ, വരയിലൂടെ, മറ്റു കലകളിലൂടെ മറ്റു മനുഷ്യർക്ക് ദോഷകരമാകാത്ത രീതിയിൽ ചിത്രീകരിക്കാനും കുഞ്ഞിന് അവകാശമുണ്ട്. ഇന്റർനെറ്റ്, റേഡിയോ, ടെലിവിഷൻ, പുസ്തകങ്ങൾ, ദിനപത്രങ്ങൾ, മറ്റു മാർഗങ്ങൾ എന്നിവയിലൂടെ വിജ്ഞാനവും വിനോദവും നേടാനും പങ്കുവയ്ക്കാനുമുള്ള അവകാശം കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് TV കാണരുത്, പാട്ട് കേൾക്കരുത്, സിനിമ കാണരുത് എന്ന് വിലക്കരുത്. കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തെ ഹനിക്കുന്നതൊന്നും ആ കാഴ്ചയിലില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം.
വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം എന്നിവയാണല്ലോ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. കുഞ്ഞിനും നല്ല ഭക്ഷണം, വസ്ത്രം, ജീവിക്കാൻ സുരക്ഷിതമായ സ്ഥലം എന്നിവയ്ക്ക് അവകാശമുണ്ട്. ഒപ്പം ഏറ്റവും മികച്ച ആരോഗ്യ സുരക്ഷയും കുഞ്ഞിന് അവകാശപ്പെട്ടതാണ്. കുഞ്ഞിന് നൽകുന്ന വിദ്യാഭ്യാസം അവന്റെ വ്യക്തിത്വത്തെയും അഭിരുചികളെയും കഴിവുകളെയും വികസിപ്പിക്കാനും വളർത്താനും ഉതകുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വന്തം അവകാശത്തെക്കുറിച്ച് ബോധമുണ്ടാകാനും മറ്റുള്ളവരുടെ അവകാശത്തെ മാനിക്കാനും കുട്ടികൾക്ക് കഴിയൂ. വിശ്രമിക്കാനും അലസമായിരിക്കാനും കളിക്കാനും ഉള്ള അവകാശം കുട്ടികൾക്കുണ്ടെന്നോർക്കണം. അവനെ മാനസികമായി തളർത്താനും കായികമായി വെല്ലുവിളിക്കാനും ശ്രമിക്കരുത്. തങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വികസനത്തിനും വിഘാതമാകുന്ന അപകടകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കുട്ടികളെ അനുവദിക്കാതിരിക്കുകയും അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. ബാലവേല നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്ന് സാരം. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ, മറ്റു രാജ്യങ്ങളിലേക്ക് കടത്താൻ, അടിമപ്പണി ചെയ്യിക്കാൻ ഒന്നിനും അനുവദിക്കരുത്. സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇത്തരം ചൂഷണങ്ങൾ കുട്ടികൾ നേരിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. അവർ ലഹരി വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നില്ല എന്നത് സർക്കാർ നിർബന്ധമായും ശ്രദ്ധ വയ്ക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ നഗ്നത പരസ്യപ്പെടുത്തൽ, അവരുടെ ഫോട്ടോയും വീഡിയോയും അസാൻമാർഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കൽ ഇവയെല്ലാം തടയേണ്ടതാണ്. നമ്മുടെ കുഞ്ഞ് നമ്മുടെ അനന്തരാവകാശിയാണ്. അനുസരണയും അച്ചടക്കവുമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനുള്ള തത്രപ്പാടിൽ അവരുടെ അവകാശങ്ങൾക്ക് തുരങ്കം വയ്ക്കരുത്. ബാലാധ്വാന നിരോധന നിയമം 1987 നടപ്പിലാക്കിയ സർക്കാർ 1996 ബാലവിവാഹ നിരോധന നിയമവും 2005 വിദ്യാഭ്യാസ അവകാശ നിയമവും നടപ്പാക്കിയിരുന്നു. 1993 ദേശീയ പോഷകാഹാര നയം നടപ്പാക്കിയതും കുഞ്ഞുങ്ങളെ മുൻനിർത്തി തന്നെ. 1959 കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം, 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്നിവ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച തീയതി എന്ന നിലയിലാണ് എല്ലാ വർഷവും നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമായി ആചരിക്കപ്പെടുന്നത്. കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ 54 വകുപ്പുകളുണ്ട്. 1992 ഡിസംബർ 11 ഇന്ത്യ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ നമ്മുടെ രാജ്യവും ബാലാവകാശ സംരക്ഷണത്തിനായി കൈകോർത്തു. നമ്മുടെ കൊച്ചു കേരളം ബാലാവകാശ സംരക്ഷണത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കുട്ടികളുടെ രോഗപ്രതിരോധത്തിൽ, ചികിത്സയിൽ എല്ലാം കേരളം മുന്നിലാണ്. നമുക്ക് നാം തന്നെയാണ് നാഗം പണിയേണ്ടത്. അതിന് മുന്നൊരുക്കമായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാം. അവരുടെ അവകാശങ്ങൾ ഹൃദയപൂർവ്വം പരിഗണിക്കുമ്പോഴാണ് നാം സ്വർഗം പണിയുന്നതിന്റെ ആദ്യഘട്ടം താണ്ടുക. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഉണർന്ന് ജ്വലിപ്പിൻ ബാലകരെ. തയ്യാറാക്കിയത് ഡോക്ടർ രാധിക സി നായർ. എഡിറ്റർ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവതരണം സുവർണ.